ഹായ് ഗായ്സ്, ഡെയിലി ടോപ്പ് 10 സിനിമ റിവ്യൂയിലേക്ക്. എക്സ്ട്രാ ഡീസന്റ് എന്ന സിനിമയെ റിവ്യൂ, അതിൻ്റെ സിനിമ റിവ്യൂ 2025 തന്നെ നമ്മൾ റിവ്യൂ ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് റിവ്യൂ ആണ്. ഈ വർഷത്തെ ആദ്യത്തെ റിവ്യൂ എക്സ്ട്രാ ഡീസന്റ് എന്ന സിനിമയാണ് നമ്മളിപ്പോൾ കണ്ടന്റായി എടുത്തിരിക്കുന്നത്. ഈ ഒരു സിനിമ പൂർണ്ണമായും ഒരു സാങ്കല്പിക സൃഷ്ടി, കഥ കൃത്യത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞതും വിനോദത്തിന് വേണ്ടി മാത്രം ഉള്ളതുമാണ്. ഇതിലെ കഥാപാത്രങ്ങൾ, സംഭവങ്ങൾ, സ്ഥലങ്ങൾ, സമൂഹങ്ങൾ മുതലായവ എല്ലാം പൂർണ്ണവും സാങ്കല്പികമാണെന്നതാണ് ഈ ഒരു സിനിമ ഉദ്ദേശിക്കുന്നത്. ജീവിച്ചിരുന്നവരോ മരിച്ചു പോയവരോ ആയ വ്യക്തികളോടോ സ്ഥലങ്ങളോടോ സ്ഥാപനങ്ങളോടോ ചിഹ്നങ്ങളോടോ ഉൽപ്പന്നങ്ങളോടോ മറ്റ് വസ്തുക്കളോടോ ഉള്ള സാമ്യം തികച്ചും മനഃപൂർവമല്ലാത്തതും യാദൃശ്ചികവുമാണ്. ഏതെങ്കിലും വ്യക്തിയോടോ ചരിത്രത്തെയോ രാഷ്ട്രീയ പാർട്ടിയോ ഉൽപ്പന്നങ്ങളെയോ മറ്റ് വസ്തുക്കളെയോ പറ്റിയുള്ള കോൺസെപ്റ്റ്. സിനിമ എത്രയും മികച്ച സിനിമയാണ് എന്നത് യാതൊരു തർക്കവുമില്ല. സിനിമ ഒരു ക്യാരക്ടർ, സൈക്കോ ക്യാരക്ടർ, ഈ എക്സ്ട്രാ ഡീസന്റ് എന്ന മൂവി നമുക്ക് മുന്നിൽ കൊണ്ടുവന്നതും എത്തിക്കുന്നതും അത്തരത്തിലുള്ള ഒരു നിയോഗത്തെയാണ്. നമുക്ക് മനസ്സിലാവും ആർക്ക് എപ്പോ എന്ത് സംഭവിക്കുന്നു എന്നത്. മാജിക് ഫ്രെയിംസ് എന്ന സിനിമയാണ് നമ്മുടെ മുന്നിൽ എത്തിക്കുന്നതും. ഈ ഒരു സിനിമ നിർമ്മാണം ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് ഈ ഒരു സിനിമ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സിനിമയ്ക്ക് അതിൻ്റെതായ മുൻവിധിയോടെ എടുക്കണമെന്നത് നമ്മൾ പറയുന്നത്. പ്രതിഫലനമല്ല ഞങ്ങളുടെ ഈ സിനിമ. അത്തരത്തിലുള്ള യാതൊരു തിരിച്ചറിയലും ഞങ്ങൾ ഈ സിനിമ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഈ സിനിമ രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിന് രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചുള്ള വ്യാഖ്യാനമല്ല. അതിനാൽ തന്നെ ഒരു ഭാഗത്തിന്റെ ചരിത്രമായ അധികാരത ഈ സിനിമ അവകാശപ്പെടുന്നില്ല. ഞങ്ങൾ ഏതെങ്കിലും വ്യക്തികളുടെയോ സമൂഹങ്ങളുടെയോ ജാതികളുടെയോ മത വിഭാഗങ്ങളുടെയോ വിശ്വസ്തങ്ങളുടെയോ വികാരങ്ങളുടെയോ വ്രണപ്പെടുത്താൻ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഏതെങ്കിലും വ്യക്തിയോ രാഷ്ട്രീയ പാർട്ടിയോ കുടുംബത്തെയോ സ്ഥാനത്തെയോ സർക്കാരിനെയോ മറ്റ് സംഘാടകരെയോ മോശമായി ചിത്രീകരിക്കാൻ ഉദ്ദേശിച്ചില്ല. എക്സ്ട്രാ ഡീസന്റ് സിനിമയുടെ ആമുഖമാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് വെരി ഇന്റലിജിബിൾ ആൻഡ് സ്ക്രീൻ പ്രൊട്ടക്റ്റർ എന്ന് തന്നെ പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമ എക്സ്ട്രാ ഡീസന്റ് എന്ന സൈക്കോ ത്രില്ലർ നിർമ്മാണം സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് നമുക്കറിയാലോ. അപ്പോ ഈ ഒരു സിനിമ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് ഇതൊരു രണ്ട് വ്യക്തികളുടെ കഥയാണ്, നടന്ന സംഭവമാണ് എന്നാണ്.
കുഞ്ചോ ഗോപൻ, അങ്ങനെ കുറെ പേർ ഇതിനു വേണ്ടി കൂടെ നിന്നിട്ടുണ്ട്. ഇതിന്റെ പ്രൊഡ്യൂസർ സുരാജ് വെഞ്ഞാറമൂട് കൂടിയാണ് എന്നത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിനിമ ഡയറക്ട് മാജിക് ഫ്രെയിമിലൂടെ ആണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോ ഈ ഒരു സിനിമ എക്കാലത്തും ഒരു എക്സ്ട്രാ ഡീസന്റ് ഫാമിലി ലിസ്റ്റിൻ സ്റ്റീഫൻ അവതരിപ്പിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടറിനാണ് മാനേജ്മെന്റ് അനി തിരുവനന്തപുരം. ലൊക്കേഷൻസ് ഒക്കെ സജീഷ് കൊല്ലക്കാട്, സതീഷ് മൂകാംബിക, ജിംഷി ഫോർട്ട് കൊച്ചിയിലാണ് ഈ ഒരു ലൊക്കേഷനൊക്കെ ഈ ഒരു സിനിമയിൽ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. റംസി MP, എല്ലുഡ്, സിറിൻ ബാബു, വിവേക് രഞ്ജിത്ത് ഇവരൊക്കെ ഈ ഒരു സിനിമയിലെ കഥാപാത്രത്തിൽ ഉള്ളവരാണ്. കുറെ പേർ ഒരു ഡാർക്ക് നൈറ്റിലാണ് ഈ സിനിമയുടെ എൻട്രോ. സുരാജ് ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്ന സംഭവങ്ങൾ, മെയിൻ ക്യാരക്ടർ സുരാജായി വരുന്നു. അതിലൊരു ക്യാരക്ടറായി ഒരു സെക്യൂരിറ്റി ചേട്ടന്റെ വേഷത്തിൽ വന്നവർ സുരാജിനെ മനഃപൂർവമോ അല്ലെ കുടുംബമായി പറഞ്ഞ് ഉണ്ടാക്കിയ സിറ്റുവേഷനോ ഏത് രീതിയിൽ ആണ് ഈ ക്യാരക്ടർ ഇങ്ങനെ സംഭവിക്കുന്നു എന്നത് ഫുള്ളായി പറയാതെ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് സെക്യൂരിറ്റിക്കാരെ കൊണ്ട് ആര് ചെയ്യിച്ചു എന്നൊരു കഥയെ ഫുൾ സ്റ്റോപ്പ് ആകാതെ പാതി വേയിൽ ഈ സിനിമ ക്ലൈമാക്സിൽ മറ്റ് ദിശയിലേക്ക് ഇതിന്റെ രണ്ടാം ഭാഗം എത്തുമ്പോൾ ഈ സിനിമയുടെ കഥ തന്നെ മാറിപ്പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എക്സ്ട്രാ ഡീസന്റ് എന്ന് പറയുന്നത് രണ്ടും ഏട്ടനനിയന്മാരുടെ കഥയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അതിനുശേഷം ഒരു മകൾ ഉണ്ടാകും. ആ മകൾ വിദേശത്ത് അമേരിക്കയിൽ ജീവിക്കുന്നു. വലിയ തിരക്കേടില്ലാത്ത, പക്ഷെ ഈ ഒരു വ്യക്തി മാത്രം എക്സ്ട്രാ ഡീസന്റ് സുരാജ് വെഞ്ഞാറമൂട് അഭിനയിക്കുന്ന ഈ സൈക്കോ അദ്ദേഹത്തിന്റെ മാനസിക വിഭ്രാന്തിയാണ്. ആ ഒരു പ്രശ്നത്താൽ അദ്ദേഹം മറ്റുള്ളവരെ പോലെയല്ല സ്വഭാവം എന്നത് തീർച്ചയാണ്. അപ്പോൾ ആദ്യത്തെ ആ ഒരു കോമ സ്റ്റേജ് ആണ് നമ്മളെ വിറപ്പിക്കുന്നതും സിനിമ കാണുന്നവരുടെ സൈക്കോ ത്രില്ലറായി മാറുക. ഇത് ക്ലാസ്സായും ഈ ഒരു സിനിമയെ എടുക്കാം. ഇത് ആക്ഷൻ പ്രാധാന്യമില്ല, കോർ സിനിമയല്ല. അപ്പോ ഇതൊരു ജോണറിൽ ഇതുപോലത്തെ പാറ്റേണിൽ പക്ഷെ ഒരു ഡീസന്റ് മൂവിയാണ്. 2024 ഇറങ്ങി 2025 തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ സിനിമക്ക് നിരവധി കഥാപാത്രങ്ങളുണ്ട്. ഈ സിനിമയുടെ പൂർണ്ണമായ കാര്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. ഫസ്റ്റ് കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റലുമായി ആണ് ഇതിന്റെ തുടക്കം. പിന്നെ അതിന്റെ കഥ പറച്ചിലാണ്, എങ്ങനെ എക്സ്ട്രാ ഡീസന്റ് കഥ പറയുന്നു എന്നതാണ്. ഫുൾ ഡീസന്റ് ആയ ഒരു കഥാപാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഓവർ ഡീസന്റ് ആയിരുന്നു സുരാജ് വെഞ്ഞാറമൂട് ക്യാരക്ടർ എന്ന് പറയാൻ പറ്റും. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് എങ്ങനെയാണ് യഥാർത്ഥ സ്വഭാവം, യഥാർത്ഥ രീതി എന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സിനിമ ഡയറക്ടർ ചെയ്യുന്നത് ആരാണെന്നതും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോ ഈ ഒരു സിനിമ നമുക്ക് വളരെ ഗംഭീരമായി തന്നെ ഒരു എന്റർടൈൻമെന്റ് തന്നിരുന്നു എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. എക്സ്ട്രാ ഡീസന്റ് എന്നൊരു സിനിമയ്ക്ക് എന്ന ഈ ഒരു സിനിമ രഹസ്യങ്ങളിൽ പൊതിഞ്ഞ ഒരു മലയാളി
കുടുംബത്തിൽ ധാർമ്മികവും അവ്യക്തവുമായ കുടുംബത്തിനോടുള്ള പ്രതികാരത്തിന്റെ വീണ്ടെടുപ്പിന്റെ വളച്ചൊടിച്ച ഒരു കഥ ആണ് അനാവരണം ചെയ്തുകൊണ്ട് ഓർമ്മയില്ലാത്ത മകന് തന്റെ ഇരുണ്ട ചരിത്രം അനാവരണം ചെയ്യുന്നു എന്ന ഒരു സിനിമയാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഗ്രേസ് ആന്റണി, ശ്യാം മോഹനൻ, കരമന്ന സുധീർ, വിനീത് തട്ടൽ ഡേവിഡ്, സജിൻ ചെറുക്കയിൽ, മൈക്കാർട്ടിൻ, ഇങ്ങനെ നിരവധി പേർ ഈ ഒരു സിനിമയിൽ, കൂടുതൽ പേർ ഉണ്ട് എന്നതാണ് ഈ ഒരു സിനിമയിൽ. സാജു KS. അപ്പോ എക്സ്ട്രാ ഡീസന്റ് എന്ന സിനിമക്ക് അതിൻ്റെതായ ഡീസന്റ് ഉള്ള ഒരു സിനിമ. യെസ്. അപ്പോ സിനിമ കാണാത്തവർ ഉണ്ടെങ്കിൽ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അതാണ് എനിക്കും പറയാനുള്ളത്. പള്ളിക്കൽ, അഷ്റഫ് കോടി, ജിസ്റ്റിൻ സ്റ്റെപ്പൻ, സുരാജ് വെന്നിയമ്മർ പ്രൊഡ്യൂസർ ചെയ്ത, അമീർ പള്ളിക്കൽ ഡയറക്ടർ ചെയ്ത ഈ ഒരു സിനിമ 20 ഡിസംബർ 2024 തിയേറ്ററിൽ ഇറങ്ങിയിരിക്കുകയാണ്. ലാംഗ്വേജ് മലയാളം. എക്സ്ട്രാ ഡീസൻസ് കോമഡി ഫിലിം എന്നും കൂടി, ഒരു ഡാർക്ക് കോമഡി ഫിലിം എന്ന് തന്നെ നമുക്ക് തോന്നുന്നു. ഇതിന്റെ പ്ലോട്ട് ഹെൽത്ത് ഇഷ്യൂസ് ആണ്. വിറ്റ്നസ് ആക്സിഡന്റൽ ഡെത്ത് ഓഫ് ഹിസ് ബ്രദർ. അതാണ് സംഭവം. ബ്രദറിന് സംഭവിക്കുന്ന ഒരു ഹെൽത്ത് സ്റ്റാർട്ടിങ് ടു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നു. ഹിസ് ഫാദർ ഷെയിംസ് ഹിം ഓഫ് ഹിസ് ഇൻകോംപ്റ്റൻസ് വൈൽ ഹിസ് സിസ്റ്റർ builds a career, the unit's estate. ആ രണ്ടാമത്തെ സഹോദരിയുടെ ജീവിതം ഇപ്പോ അച്ഛന് ഉണ്ടാകുന്ന വിദ്വേഷം, സ്വന്തം മകനായ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന സുരാജ് എന്ന ക്യാരക്ടറിൽ അഭിനയിക്കുന്ന ആ ഒരു വിദ്വേഷത്തെ, അത് സൈക്കോ ആയ ഈ മകന് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു കോമഡി ക്യാരക്ടറായി മാറുകയാണ് സുരാജ് ഈ ഒരു പടത്തിലൂടെ. പഴയ ഒരു സുരാജിന് തിരിച്ചു കിട്ടിയ ഒരു ഫീൽ നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കുന്നു. പക്ഷേ എക്സ്ട്രാ ഡീസന്റിൽ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ടോ എന്നത് അതിക്കും മറ്റൊരു. അപ്പോ എല്ലാം നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. കൂടുതൽ ഇതിനെക്കുറിച്ച് വീണ്ടും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനുണ്ട്. അപ്പോ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ, നമ്മുടെ ജീവിതമായ ഒരു പ്ലോട്ട്. പക്ഷെ നമ്മൾ ഇത് ആരും അനുകരിക്കുന്ന ഒരു സിനിമയല്ല, ഒരു അനുകരണമായ ഒരു സിനിമ ആയിരിക്കില്ല എക്സ്ട്രാ ഡീസന്റിന്റെ സിനിമ എന്ന് പറയുന്നത്. അതിന്റെ റിവ്യൂ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: ഈ സ്റ്റാർക്ക് കോമഡി സിനിമ എന്നത് മാത്രമല്ലാതെ മറ്റൊരു ഹൈപ്പും സിനിമയ്ക്കില്ല. പക്ഷെ കണ്ടിരിക്കാം, ഒറ്റത്തവണ കാണാനും അത് വീണ്ടും കണ്ടുകൊണ്ടിരിക്കാനും തോന്നുന്നു. ആവറേജ്, ബിലോ ആവറേജ് എന്ന് പറയാം. എന്നാലും എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടിരുന്നു. എന്തായാലും 10ൽ 4 എന്ന മാർക്കെങ്കിലും കൊടുക്കാം എന്ന് തോന്നി. കാരണം നമ്മളെയും അത്രയും എൻകറേജഡായി നിർത്തിയിരുന്നല്ലോ പടം. പക്ഷെ എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്ന ചിന്തകൾ ഇങ്ങനെ ത്രില്ലടിപ്പിച്ചു കൊണ്ടിരുന്നു. ആ ഒരു വൈബിൽ സിനിമ കാണാൻ പറ്റും. ഓക്കെ, അവരുടെ പണി അവർ എടുത്തു, നമ്മൾക്കത് രസകരമാകുന്നു. ചിലപ്പോൾ ചില ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഥ മൂവ്മെന്റ് ചെയ്യുന്നത് പോലെ തോന്നും. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫും രണ്ടും വേറെ തന്നെയായിരുന്നു. ഇനി
നിങ്ങൾ പ്രേക്ഷകർ സിനിമ അഭിപ്രായം കമന്റ് ചെയ്യൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ഞങ്ങൾക്കും എന്തെങ്കിലും കിട്ടാവുന്ന ഈ ഒരു സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, ആ അഭിപ്രായം കൂടി പ്രേക്ഷകരിലൂടെ ഷെയർ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫോർ എവർ. താങ്ക്സ് സോ മച്ച്.